തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതിയുടെ ആത്മഹത്യയിൽ പോലീസിന് മുന്നിൽ കുറ്റസമ്മതവുമായി ഭർത്താവ്. ആരതിയെ മർദ്ദിച്ചിരുന്നു എന്നാണ് ഭർത്താവ് അതുലിന്റെ കുറ്റസമ്മതം. അതുൽ പതിവായി മർദ്ദിച്ചിരുന്നെന്നും ഇനി ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നുമാണ് ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ആരതി മാതാവുമായി നടത്തിയ ചാറ്റുകൾ പുറത്തുവന്നു. മർദ്ദനമേറ്റതിന്റെ ചിത്രങ്ങൾ ആരതി അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. മുഖത്തും കയ്യിലും ദേഹത്തും മുറിവുകൾ പറ്റിയത് ചിത്രങ്ങളിൽ കാണാൻ കഴിയും. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആരതിയുടെ ശരീരത്തിൽ 13 മുറിപ്പാടുകൾ കണ്ടെത്തിയെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആരതിയുടെ മാതാപിതാക്കളുടെ പ്രതികരണം കൂടി കാണാം നമുക്ക്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ കാര്യം പറഞ്ഞ് അത് സോൾവ് ആക്കി വിട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പുള്ള പ്രശ്നമായിരുന്നു. കുറച്ച് നാളിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ വീട്ടിൽ വന്നിരുന്നു. ഇവിടെ 2 ദിവസം നിന്ന് 2 ദിവസം ഒരു ദിവസം പക്ഷെ ഞായറാഴ്ച പോയി. നല്ല സന്തോഷമായിട്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ ചില ഉപദ്രവിക്കാറുണ്ട്. അവൻ പറയുന്ന ഇവള് പ്രശ്നമാക്കുന്നതുകൊണ്ടാണ് അവൻ ഉപദ്രവിച്ചത്. ഇനി ഞാൻ ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. രണ്ട് മാസം കൊണ്ട് അങ്ങനെ ഒന്നും പറയാറില്ലായിരുന്നു. നമ്മൾ പറഞ്ഞ് വാണിംഗ് കൊടുത്തു വിട്ടതിന് ശേഷം അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ലാതെയാണ് നിന്നത്. നല്ലതുപോലെ ഇവിടെ ശനിയാഴ്ചയും വന്നിട്ടാണ് പോയത്. പിന്നെ ഉപദ്രവിക്കാനല്ല നിന്നെ കല്യാണം കഴിച്ചു തന്നേക്കുന്നത്, എല്ലാവരും അവളെ പുറത്ത് കൈവയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഉപദ്രവം ഇല്ലെന്ന ഒരു പരാതി ഇല്ലായിരുന്നു അവളെ. പിന്നെ അതിനുശേഷം ഇന്നലെ പിന്നെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അടുത്ത 2 ദിവസത്തിന് മുമ്പാണ് വിളിച്ചിട്ട് പറഞ്ഞത്, എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ചെറിയ ഉടക്കിലാണ്. ഞാൻ പറയുകയും ചെയ്ത് ഞാൻ വന്നതിന് ശേഷം ഞാൻ അടുത്ത മാസം വരും. വന്നതിന് ശേഷം എന്താണ് നമുക്ക് തീരുമാനം, നിനക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ, നമുക്ക് അവിടെ വെച്ച് നിർത്താമെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. ആ പറഞ്ഞതിന് പിറ്റന്നാണ് ഇത് സംഭവിക്കുന്നത്. പിറ്റന്നല്ല, അന്ന് തന്നെ സംഭവിക്കുക. അന്ന് 6 മണിക്ക് വിളിക്കുമ്പോഴത്തേക്ക് അവളെൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. അന്ന് അവനാണ് പറഞ്ഞത്. അവൻ പറഞ്ഞ് ഇന്നലെ രാത്രിയിൽ ഞാനവളുമായിട്ട് പ്രശ്നമായി, ഞാൻ അവളെ അടിച്ചില്ല എന്ന് എൻ്റെ അടുത്ത് മുൻകൂട്ടി പറയുന്നത്. അപ്പം അടിച്ചില്ല. പിന്നീട് പാട് നേരത്തെ പണ്ടടിച്ചതിൻ്റെ പാടുമുണ്ട്, ഇപ്പോഴത്തെ പാട് ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിലുണ്ട്. 12 അടി പാട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ പയ്യൻ്റെ വീട്ടുകാർ, അവൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇവൾ വിളിച്ച് അവിടെ പറഞ്ഞിട്ടുമുണ്ട്, അവ ഉപദ്രവിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടുമുഖ്യ കാര്യങ്ങളും പറയും. ഈ നേരത്തെ ഉള്ളത് ഇപ്പോഴുള്ളത് അവൾ അടിച്ചു എന്ന് പറഞ്ഞില്ല. കഴുത്തിലൊരു പാടുണ്ട്, എന്നെ അടിച്ചില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞു എന്ന് ചോദിച്ചു. അല്ലാതെ ഇത്രയും ഒരുപാട് അടിച്ചു എന്നുള്ളത് അവൾ എല്ലാ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ ചെല്ലണ്ടെന്നും പറഞ്ഞു, വരണ്ട എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവൻ വെള്ളം അടിച്ചിട്ട് വന്നാണ് കൂടുതലും ഉപദ്രവിക്കുന്നത്. കാരണം നേരത്തെ ഒരു പെണ്ണുമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു. ആ പെണ്ണ് തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. ആ പെണ്ണ് ഇവളെക്കാളും നല്ല കൊച്ചായിരുന്നു, ഇവനെല്ലാം സപ്പോർട്ടും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഈ അവസാനത്തെ ദിവസം അതിനെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു. അച്ഛൻ അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. പിന്നെ അച്ഛൻ കൂടെ ചോദിക്കുകയും ചെയ്യും, നിങ്ങളിപ്പോൾ അടി കൂടാറുണ്ടാന്ന് ചോദിക്കും. അതൊക്കെ അവർക്ക് വിഷമമായിരുന്നു. ജിബിൻ JB ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. ജിബിൻ, ആരതിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ഭർത്താവിൻ്റെ നിരന്തരമായ പീഡനം, അതിൽ മനം നൊന്താണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന് ഏതാണ്ട് വ്യക്തമാവുകയാണല്ലോ. പോലീസിന് ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? രക്ഷിതാക്കൾ പറയുന്നത് ഏറ്റവും ഒടുവിൽ
ഇത്ര ക്രൂരമായ മർദ്ദനങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതൊക്കെ നിർത്തുന്ന ഒരു സമയമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എന്താണ് അവസാനം സംഭവിച്ചതെന്ന് അവർക്ക് വ്യക്തമല്ല. പോലീസിന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്? പ്രത്യേകിച്ചും ആരതിയുടെ ശരീരത്തിൽ കണ്ട മുറിപ്പാടുകൾ, അമ്മയ്ക്ക് അയച്ചു നൽകിയ ഫോട്ടോകൾ, അമ്മയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ, ഈ വിവരങ്ങളൊക്കെ പുറത്തു വരികയാണല്ലോ. ജിക്ക് പോലീസ് ഇതുമായി സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ആരതിയുടെ മരിക്കുന്നതിന് മുമ്പ് ആരതി സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആരതിയുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ, ചിത്രങ്ങളൊക്കെ പോലീസ് തെളിവായി ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പോലീസ് അതുലിനെ, ആരതിയുടെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി അതുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാവിലെ അതുൽ പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. അതുൽ വിവാഹത്തിന് ശേഷം പലതവണ ആരതിയെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥിരമായി മദ്യപാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അതിൽ. മദ്യപിച്ച വീട്ടിലെത്തിയതിനു ശേഷം ആരതിയുമായി തർക്കമുണ്ടാകാറുണ്ട്. അതിനുശേഷം പതിവായി ആരതിയെ മർദ്ദിക്കാറുണ്ട് എന്നുള്ളൊരു കാര്യം അതുൽ തന്നെയാണ് ഇപ്പോൾ പോലീസിനോട് തുറന്നു പറയുകയും ചെയ്തിട്ടുള്ളത്. ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ കൂടി ഇക്കാര്യങ്ങൾ കൃത്യമായി തന്നെ ആരതി എഴുതുകയും ചെയ്തിട്ടുണ്ട്. വിവാഹം കഴിയുന്നത് 2024 ഡിസംബർ മാസത്തിലാണ്. അതിനുശേഷം ഏതാനും 6 മാസങ്ങൾക്ക് മുമ്പാണ് അതുലും ആരതിയും തിരുവനന്തപുരം ആറ്റുകാലുള്ള വാടക വീട്ടിലേക്ക് താമസം മാറുന്നത്. പക്ഷേ ഈ വിവാഹം കഴിഞ്ഞ സമയത്ത് തന്നെ കുറച്ച് നാളുകൾ പിന്നിട്ടപ്പോൾ തന്നെ അതുൽ ആരതിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയുണ്ടായി. അതിനുശേഷം ആരതിയെ മർദ്ദിക്കുകയും ചെയ്യാറുണ്ടായി എന്നുള്ളൊരു കാര്യം കൂടിയാണ് അതിൽ വ്യക്തമാക്കി എഴുതിയിരുന്നത്. ഈ ആത്മഹത്യക്കുറിപ്പിൽ ഉണ്ടായിരുന്ന വാക്കുകൾ, എൻ്റെ ഭർത്താവ് എന്നെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു, ഇനി ഭർത്താവുമായി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അതുകൊണ്ട് ജീവിതം ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ആരതി ആ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുകയും ചെയ്തത്. പോലീസ് ഇതുകൂടി കയ്യിൽ വെച്ചുകൊണ്ടാണ് അതുലിനെ വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും നിർണായകമായതെന്ന് പറയുന്നത് കഴിഞ്ഞ മാർച്ച് മാസം 17-ാം തീയതി ആരതിയുടെ അമ്മയ്ക്ക് അയച്ച വാട്സപ്പ് സന്ദേശവും അതിലെ ദൃശ്യങ്ങളുമാണ്. അതും ഇപ്പോൾ ആ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ പറയുന്ന നിർണായകമായ കാര്യങ്ങൾ, അതായത് അതുൽ ആരതിയെ മർദ്ദിച്ചതിന് ശേഷമുള്ള ആരതിയുടെ മുറിപ്പാടുകൾ ഉള്ള ചിത്രങ്ങളാണ് ആരതി അമ്മയ്ക്ക് അയച്ചു നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് അമ്മയുടെ ഭാഗത്തുണ്ടായ പ്രതികരണം എന്ന് പറഞ്ഞാൽ, നീ ഇതിൽ കൂടുതൽ ഒന്നും ഇടപെടേണ്ട, ഇത് പുറത്ത് പറയാൻ നിൽക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അമ്മ വിലക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് ആ ചാറ്റിൽ ക്ലിയർ ആവുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ കൂടി ആരതിയുടെ ആത്മഹത്യക്കുറിപ്പിലുണ്ട്. അതായത് ഭർത്താവ് തന്നെ മർദ്ദിക്കുന്ന കാര്യം താൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, സ്വന്തം വീട്ടുകാരോടും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരോടും കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരും തന്നെ സഹായിക്കാൻ തയ്യാറായിട്ടില്ല. മറ്റു പലരോടും താൻ ഏറ്റുവാങ്ങേണ്ടിരുന്ന പീഡനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടും ആരും തന്നെ സഹായിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി, ഒരു നിസ്സഹായ പെൺകുട്ടിയുടെ അവസ്ഥകൾ കൂടിയാണ് ആ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിലിപ്പോൾ ഈ കുറ്റങ്ങൾ പോലീസിനോട് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അതുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അതുലിനെ ഈ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വൈദ്യ പരിശോധന കൊണ്ടുപോയതിനു ശേഷം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഫോർട്ട് പോലീസും ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവർ ഈ വിവാഹം കഴിയും, അതായത് ഡിസംബർ 2024 വിവാഹം കഴിയുന്നു. ഏതാനും മാസങ്ങൾ ശേഷം ആരതി എന്ന് പറയുന്ന വർക്കല സ്വദേശിനിയാണ്, അതുലെന്ന് പറയുന്നത് പാലയോട് ഭരതന്നൂർ സ്വദേശിയാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇവർ അതുലിന്റെ വീട്ടിലായിരുന്നു. അവിടെ വെച്ച് പോലും ആരതിക്ക് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ശരിയായാലും ആരതിയുടെ ദേഹത്ത് കണ്ട മുറിപ്പാടുകൾ, ആത്മഹത്യാക്കുറിപ്പിൽ നിന്നൊക്കെ പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭർത്താവിന്റെ ഗുരുതരമായ പീഡനമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.